കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തിന് സമീപം, ഭരണങ്ങാനത്തിന് സമീപമല്ല, ഭരണങ്ങാനത്തിന് തന്നെ എന്ന് നമുക്ക് പറയാം. ഹൈവേയിൽ നിന്ന് ഒരു 350 മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ ഒരു 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിന്റെ മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുക. ഇത് 11 സെന്റ് സ്ഥലമുണ്ട്, കിണർ വെള്ളമുണ്ട്, പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട്, എല്ലാ കുടിവെള്ള സ്രോതസ്സും ഉണ്ട്, നല്ല വെള്ളം കയറാത്ത രീതിയിലുള്ള നല്ല അടിപൊളി വീടുമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കുന്ന വില 1,09,00,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ കേരള തനിമയോട് കൂടി റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്. മൊത്തം തേക്കിൻ തടിയൊക്കെയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാലായുടെ പ്രത്യേകത അതാണല്ലോ, എല്ലാം നല്ല തേക്കിന്റെ തടി കൊണ്ട് ചെയ്യണം, എന്നാലേ വരുന്നവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ് പാലായില്. അതുകൊണ്ട് തന്നെ മൊത്തം തേക്കിൻ തടിയൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട്. എല്ലാ അൾട്രാടെക് സിമെന്റ് അല്ലെങ്കിൽ രാംകോ സിമെന്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വയറിംഗ് മുഴുവൻ വീഗാർഡാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പക്കാ ക്വാളിറ്റി മെറ്റീരിയലാ. എല്ലാ കമ്പനി സാധനങ്ങൾ മാത്രമേ ഇട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ മീനച്ചൽ ഹോംസ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് ഇപ്പോൾ കയറുക. ഭരണങ്ങാനമാണ് നാട്. ഭരണങ്ങാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് പാലാ വാഗമൺ റൂട്ടിൽ, പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ, അല്ലെങ്കിൽ പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ എന്നൊക്കെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഭരണങ്ങാനം. ഭരണങ്ങാനം പള്ളി വിശുദ്ധ അൽഫോൻസ അമ്മയുടെ അടുത്തൊക്കെ വരാനായിട്ട് ദൂരദേശത്തുനിന്ന് വരെ ആൾക്കാർ എന്നും കാണാം. ഒരു 10 ടൂറിസ്റ്റ് ബസ്സെങ്കിലും വാഗമൺ അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് വരുന്നവരാണോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അൽഫോൻസാമ്മയെ കാണുവാനായിട്ട് തന്നെ അവിടെ വന്ന് കാണുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഭരണങ്ങാനത്തിൻ്റെ പ്രത്യേകത. ആ ഒരു ഭരണങ്ങാനം എന്ന് പറഞ്ഞ നാട്ടിൽ ഇതാണ്ട് നല്ലൊരു വീട് ഇവിടെ പണി കഴിച്ച് കിടക്കുക. നല്ല റെസിഡൻഷ്യൽ മേഖലയിലാണ്, അതായത് നല്ല വീതിയുള്ള റോഡ് ആക്സസ് ഉണ്ട്. ഇത് ബാംഗ്ലൂർ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നല്ല വീതിയുള്ള റോഡ് ആക്സസ് ഉള്ള നല്ലൊരു മേഖലയിൽ നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത്. സിറ്റ് ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. ഇവിടെ നല്ല മുറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു മുറ്റമൊക്കെ ആണെങ്കിൽ ഒരു 5-6 വണ്ടികൾ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റം. ഈ ഓപ്പോസിറ്റ് കാണുന്ന വീടൊക്കെ സെയിലായി പോയതാണ് ഓൾറെഡി. അപ്പോൾ അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇവിടെ നമ്മുടെ ഒരു പച്ചപ്പ് വിരിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ നമ്മൾ നേരെ അപ്പുറത്ത് ഫ്രണ്ടിലോട്ടൊക്കെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. അപ്പോൾ നല്ല മുറ്റം ഈ സൈഡിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരെ പോയി കഴിയുമ്പോൾ ഇവിടെ അലക്കുകല്ലുണ്ട്. അലക്കുകല്ല് അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ പുറത്ത് വയ്ക്കാനായിട്ടുള്ളൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ്. കിണർ ഇവിടെയാണ്. അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ അത് വെറുതെ എടുത്തിട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എടുക്കണമെന്ന് ഇപ്പോൾ 10,000 രൂപ കൊടുത്തപ്പോൾ കിട്ടി. അപ്പോൾ ഇനി ഒരു വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മളിത് എടുത്തേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ 50,000 ആയിരിക്കും, അല്ലെങ്കിൽ 25,000 ആയിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല. പൈപ്പ് കണക്ഷനൊക്കെ അങ്ങനെയാണ്. പിന്നെ ആ കമ്മിറ്റി തീരുമാനിക്കുന്ന തുക കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നാട്ടിലാണെങ്കിലും ശരി, ഇതുപോലൊരു പൈപ്പ് കണക്ഷൻ അതുവഴി വരുന്നുണ്ടെങ്കിൽ വെറുതെ എടുത്തിട്ടേക്കുക. മാസം 100 രൂപ മിനിമം ചാർജ് കൊടുത്താൽ പോരെ, ഉപയോഗിക്കുന്നില്ലെങ്കിൽ. അങ്ങനെ നമുക്ക് ചിന്തിച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ, വെള്ളം സൗകര്യങ്ങൾ കംപ്ലീറ്റ് റൂഫ് ചെയ്ത വീടാണ് നമ്മൾ കണ്ടു. ചുറ്റോട് ജനൽപ്പാളികൾ മുഴുവൻ തേക്കാണ്. ഇത് ബാക്ക് ഡോറൊക്കെ നമുക്ക് കാണാം, അതെല്ലാം തേക്കിൻ തടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ സൈഡ് വ്യൂ നമ്മൾ നേരെ സൈഡ് വഴി നേരെ ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇതാണ് ഫ്രണ്ട് മുറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഫ്രണ്ട് മുറ്റമുണ്ട്. അവിടെ നല്ല ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ. നല്ല ഒരു എന്താ പറയുന്നത്, ഒരു കേരള സ്റ്റൈൽ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേരള സ്റ്റൈൽ വീട്. അതാണ് ആ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ കാർ പോർച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ നേരെ ഇനി സിറ്റ് ഔട്ടിൽ കയറി കഴിയുമ്പോൾ നമ്മൾ തേക്കിൻ തടി കൊണ്ടുള്ള ഒരു ജനൽപ്പാളിയാണ് കാണുന്നത്. ജനൽപ്പാളിയൊക്കെ കണ്ട് നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ്, തേക്കിൻ തടി കൊണ്ടുള്ളൊരു ഫ്രണ്ട് ഡോറ്, വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ പ്ലെയിനായിട്ട് ചെയ്തിരിക്കുന്ന, എന്നാൽ വളരെ മോഡലായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ്.
ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ. വളരെ സിമ്പിളായിട്ടുള്ള ജിപ്സം വർക്കുകളാണ് ഇവിടെ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഹോളിലേക്കാണ്. സ്വീകരണ മുറിയിൽ നമ്മൾ നേരെ ഡൈനിങ് ഹാള് കം ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയാം. അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ഹോളാണ്. ഇവിടെയുള്ള ഇൻറ്റീരിയർ വർക്കുകളും സൂപ്പറാണ്. ഇവിടെ 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുക. TV യൂണിറ്റ് വളരെ നല്ല ഒരു TV യൂണിറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറി. നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുക. നല്ല വായുസഞ്ചാരം നല്ല രീതിയിൽ കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു ജനൽപ്പാളി സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ഡ്രസ്സിങ് ഏരിയയിലും ഇതുപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. തടി കൊണ്ടുള്ള കബോർഡുകളാണ് മൊത്തം ചെയ്തിരിക്കുക. ഇനി നമ്മൾ നേരെ ടോയ്ലറ്റ്, ഇനി ആകെപ്പാടെയുള്ള പണി ഫിനിഷ് ചെയ്യാനായിട്ടുള്ളത് ഈ ബാത്റൂം ഡോറ്. അത് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല എന്നാണ് ഓണർ പറഞ്ഞത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഒരു ഭംഗിയുള്ള നല്ലൊരു ഷവർ, അതുപോലെ തന്നെ ഡിവേർട്ടർ, അതുപോലെ തന്നെ ഇതാണ് പൈപ്പ് കാര്യങ്ങൾ എല്ലാം കമ്പനി ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഹൈവേ ആയിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു 350 മീറ്റർ ദൂരമാണ് ഹൈവേയുമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഭരണങ്ങാനം പള്ളിയാണ് ഇടവക വരിക. അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ അമ്പലത്തിൽ പോകാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അമ്പലത്തിൽ പോകുവാനായിട്ട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമാണ് അമ്പലത്തിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയുമായിട്ടുള്ള കടകളുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 350 മീറ്റർ ദൂരമാണ്. പാലാ ടൗണിലേക്ക് ഏകദേശം 4-5 കിലോമീറ്റർ ആണിക്കും ദൂരം. അതുപോലെ ഈരാറ്റുപേട്ടയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്ന ഒരു 8 കിലോമീറ്റർ ദൂരമായിരിക്കും. അതുപോലെ നമുക്ക് ഇവിടുന്ന് പൈക ടൗണിലേക്ക് പോകാം. അതുപോലെ തൊടുപുഴ റോഡിലേക്ക് പോകാം. അതുപോലെ തന്നെ എന്താ പറയുന്നത് ചൂണ്ടച്ചേരി എൻജിനീയറിംഗ് കോളേജുണ്ട്, എൻജിനീയറിംഗ് കോളേജിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്, നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ലീഗലി എല്ലാം പക്കയായിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് 14 ബാങ്കിൻ്റെ ലീഗൽ നോക്കുന്ന ലീഗൽ അഡ്വൈസറെ കൊണ്ട് പ്രോപ്പർട്ടിയുടെ ലീഗൽ നോക്കിച്ചിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ ഓരോ പ്രോപ്പർട്ടിയും മേടിക്കാൻ നേരത്ത്. അപ്പോൾ അത് ലീഗലെല്ലാം പാസ്സായിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോൺ സൗകര്യങ്ങൾ വേണമെന്ന് പറയുന്നവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ 3 ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇനി 4ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ നേരെ ഡൈനിങ് ഹാള് വഴി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് വാഷ് ഏരിയ വന്നിരിക്കുക. ഇവിടെയാണ് കിച്ചൺ. അതിമനോഹരമായ ഗംഭീരമായ കിച്ചനാണ്. നല്ല തേക്കിൻ തടി കൊണ്ട് പണി തീർത്തിട്ടിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചനാണ്. നാനോ വൈറ്റാണ് ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുക. നല്ല ഗംഭീരമായ കിച്ചൺ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ കിച്ചൺ തന്നെയാണ്. കാരണം കിച്ചൻ്റെ ആ ഒരു മനോഹാരിത മൊത്തം തേക്കിൻ തടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോവുകയാണ്. ഇതാണ് കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുക. നല്ലൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചൺ, ഇവിടെ ഫാൻസി ലൈറ്റ്, ഫാന് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ഗംഭീര മെറ്റീരിയലുകളാണ്. കാരണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുക. ഇത്രയും ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് വീട് പണി തീർത്തിട്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷന് തുടങ്ങുന്ന കരിങ്കല്ല് മുതൽ എല്ലാം ഒരു കാര്യത്തിലും പിശുക്കണ്ട എന്ന് വേണമെങ്കിൽ ഉടമ പറയുന്നത്. വേണമെങ്കിൽ ഈ പണിക്കാരുടെ എല്ലാം നമ്പർ തരാം. കാരണം ആരോട് വേണമെങ്കിൽ ചോദിച്ച് നോക്കിക്കോ. ഒരു കാര്യത്തിൽ നിങ്ങൾ കാശ് പിശുക്കി ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുക. ഒരാൾ ആഗ്രഹിച്ച് മേടിക്കുന്നതാണ് വീട്. ആ ആഗ്രഹിച്ച് മേടിക്കുന്ന വീടിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റോട് കൂടി തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള പണികളിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക്, അതായത് ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഹാളും കൂടി ആയിട്ടുള്ള ഹാളിലേക്ക് നമ്മൾ വന്നു.
ഇനി നമ്മൾ 3 ബെഡ്റൂം കണ്ടു, കിച്ചൺ കണ്ടു, വർക്ക് ഏരിയ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറുകൾ തടി കൊണ്ടുള്ളതാണ്, തേക്കിൻ തടി കൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും AC-യുടെ പോയിൻ്റാണ് നമ്മൾ കാണുന്നത്. ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം നമ്മളുടെ ഒരു എന്താ പറയുന്നത്, ഒരു മനസ്സിന് കുളിർമ തോന്നുന്ന ഒരു വീടെന്നൊക്കെ നമ്മൾ പറയുകയല്ലേ കാഴ്ചയിൽ. അങ്ങനെ ഒരു കാഴ്ചയിൽ മനസ്സിന് കുളിർമ തോന്നുന്ന വീട് തന്നെയാണ് ഇവിടെ. എല്ലാ ബെഡ്റൂമിലും ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാന്, ഒരു ഫാൻസി ലൈറ്റ്, അതുപോലെ തന്നെ AC-യുടെ പോയിൻ്റ് അത്രയും ചെയ്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ കൊടുത്തിട്ടുണ്ട്, മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെയും പ്ലഗ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മുടിയൊക്കെ ഉണങ്ങാനായിട്ട് ഹെയർ ഡ്രയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലഗ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്രൊവിഷനാണ് ഇവിടെ വന്നിരിക്കുക. അവിടുന്ന് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഇറങ്ങി. അങ്ങനെ 4 ബെഡ്റൂമും നമ്മൾ കണ്ടു. ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 2250 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ 11.5 സെൻറ്റ് സ്ഥലമാണ്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. 1,09,00,000 രൂപയാണ് ചോദിക്കുക. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. 3 ഫേസ് ആണ് വയറിങ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഒരു ഓപ്പൺ ഏരിയയാണ്. അതായത് ഒരു പിള്ളേർക്കൊരു സ്റ്റഡി ഏരിയയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ഏരിയയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുക. ഈ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ കാനഡ അങ്ങനെയുള്ള ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മളോട് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ വീട്ടിൽ ഒരു ബാർ കൗണ്ടർ സെറ്റ് ചെയ്യണം, അതിനുള്ള സ്പേസ് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. നാട്ടിലുള്ളവർക്കൊക്കെ അത് പാടില്ലാത്ത കാര്യങ്ങളുമാണ്. എങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ കിട്ടും. അങ്ങനെ ഒരു നല്ല ഗംഭീര വീട്, ഗംഭീര ലൊക്കേഷൻ, അങ്ങനെ നല്ലൊരു വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കേരള തനിമയുള്ള കേരള സ്റ്റൈൽ വീട്. അതുകൊണ്ട് ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം എപ്പോൾ തോന്നുന്നോ അപ്പോൾ തന്നെ ഈ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുപുത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.